നമസ്കാരം. ശക്തമായ തിരിച്ചടിയേറ്റത് ആം ആദ്മി പാർട്ടിക്കാണ്. ജയിലിൽ നിന്ന് ഇടക്കാല ജാമ്യം നേടി വീരനായക പരിവേഷത്തിൽ അരവിന്ദ് കെജ്രിവാൾ പ്രചരണം നയിച്ചിട്ടും രാജ്യതലസ്ഥാനത്തെ 7 സീറ്റിലും അടിപതറി ആം ആദ്മി പാർട്ടി. ഭരണത്തിലുള്ള മറ്റൊരു സംസ്ഥാനമായ പഞ്ചാബിൽ 3 സീറ്റിൽ മാത്രമാണ് അവർക്ക് മുന്നേറാൻ സാധിച്ചത്. ഇന്ത്യ മുന്നണിയുടെ മുഖമായി മാറിയ അവസാനവട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ NDAയെ പ്രതിരോധത്തിലാക്കിയ അരവിന്ദ് കെജ്രിവാളിന് പക്ഷേ സ്വന്തം തട്ടകവും സ്വന്തം പാർട്ടിയും സംരക്ഷിക്കാനായില്ല. ഡൽഹിയിൽ BJPക്കെതിരെ കോൺഗ്രസിനെ ഒപ്പം കൂട്ടി പോരാട്ടത്തിന് ഇറങ്ങിയിട്ടും കനത്ത തിരിച്ചടിയാണ് അവിടെ നേരിട്ടത്. ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി 22 സീറ്റിൽ മത്സരിച്ചെങ്കിലും പഞ്ചാബിലെ 3 സീറ്റുകളിൽ മാത്രമാണ് മുന്നേറ്റമുണ്ടാക്കാനായത്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി മത്സരിച്ച 4 മണ്ഡലങ്ങളിലും ഗുജറാത്തിലെ 4 മണ്ഡലങ്ങളിലും ശക്തമായ തിരിച്ചടി പാർട്ടിക്ക് നേരിട്ടു. ഡൽഹിയിൽ ഇന്ത്യ സഖ്യം 7 സീറ്റിലും BJP മുന്നേറുകയാണ്. 7 സീറ്റും വിജയിക്കും എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. കേന്ദ്ര സർക്കാരുമായി തുറന്ന പോരാട്ടത്തിലായിരുന്നു ആം ആദ്മി പാർട്ടി. മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി കെജ്രിവാൾ വീണ്ടും ജയിലിലായതോടെ സംസ്ഥാന ഭരണവും പാർട്ടി നേതൃത്വവും ഒരുപോലെ പ്രതിരോധത്തിലായി. ഡൽഹി, ഗുജറാത്ത്, ഗോവ, ഹരിയാന, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പം പഞ്ചാബിലും അസമിൽ ഒറ്റയ്ക്കുമായിരുന്നു ആം ആദ്മിയുടെ പോരാട്ടം. പഞ്ചാബിൽ ആനന്ദ്പൂർ സാഹിബ്, ഹോഷിയാർപൂർ, സംഗ്രൂർ എന്നീ മണ്ഡലങ്ങളിൽ ആം ആദ്മി മുന്നേറുന്നുണ്ടെങ്കിലും നേരിയ ഭൂരിപക്ഷത്തിൻ്റെ പിൻബലം മാത്രമാണ് ഉള്ളത്. പഞ്ചാബിൽ 7 സീറ്റിൽ ലീഡ് ചെയ്യുന്ന കോൺഗ്രസാണ് മുന്നിൽ. ജയിൽവാസം സഹതാപതരംഗം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും അരവിന്ദ് കെജ്രിവാളിന് വോട്ടർമാർക്കിടയിൽ കാര്യമായ സ്വാധീനം സൃഷ്ടിക്കാനായില്ല എന്ന സൂചന നൽകുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. സഖ്യം ചേർന്ന് മത്സരിച്ചിട്ടും രാജ്യതലസ്ഥാനത്തെ കാവിക്കോട്ടയുടെ ഒരു കല്ലുപോലും ആം ആദ്മി കോൺഗ്രസ് സഖ്യത്തിന് ഇളക്കാനായില്ല. BJP വിരുദ്ധ വോട്ടുകളുടെ സമാഹരണം ലക്ഷ്യമാക്കി രൂപീകരിച്ച സഖ്യം അതിന് സാധിക്കാതെ പോകുന്നതാണ് കണ്ടത്. ഡൽഹിയിലെ 7 സീറ്റുകളിലും BJP തന്നെയാണ് മുന്നിൽ. ഹാട്രിക് നേട്ടം കരസ്ഥമാക്കുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 10 കൊല്ലമായി നേരിടുന്ന സീറ്റില്ലായ്മയെ നേരിടാനാണ് കോൺഗ്രസും ആം ആദ്മിയും ഡൽഹിയിൽ കൈകോർത്തത്. BJPയുടെ വോട്ട് വിഹിതത്തെ മറികടക്കാൻ കോൺഗ്രസ് ആം ആദ്മി സഖ്യത്തിൻ്റെ വോട്ട് വിഹിതത്തിന് കഴിയാത്തതാണ് പരാജയ കാരണം. 2019 56.9% BJPക്ക് ലഭിച്ച വോട്ട് വിഹിതം. കോൺഗ്രസിനാകട്ടെ 22%, ആം ആദ്മിക്ക് 18%. ആം ആദ്മിയുടെ 7 സ്ഥാനാർത്ഥികളിൽ അന്ന് 5 പേർക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. രാജ്യം ഉറ്റുനോക്കിയ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കനയ്യകുമാർ BJPയുടെ മനോജ് തിവാരിക്കെതിരെ 1.5 ലക്ഷത്തോളം വോട്ടുകൾക്കാണ് പിന്നിലായത്. നോർത്ത് വെസ്റ്റ് ഡൽഹിയിൽ BJPയുടെ യോഗേന്ദ്ര ചന്ദോളിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉദിത് രാജിനെതിരെ ഏതാണ്ട് 2 ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷവുമായി വിജയം ഉറപ്പിച്ചപ്പോൾ ചാന്ദിനി ചൗക്കിൽ BJPയുടെ പ്രവീൺ ഖണ്ഡേവാൾ കോൺഗ്രസിൻ്റെ ജയപ്രകാശ് അഗർവാളിനെതിരെ 40,000-ഓളം വോട്ടുകൾക്ക് ലീഡ് ചെയ്തു. ഈസ്റ്റ് ഡൽഹിയിൽ BJPയുടെ ഹർഷ മൽഹോത്ര ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി കുൽദീപ് കുമാറിനെതിരെ 1.5 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് മുന്നിട്ട് നിന്നു. ന്യൂഡൽഹിയിൽ BJPയുടെ ബാൻസുരി സ്വരാജ് ആം ആദ്മി പാർട്ടിയുടെ സോമനാഥ് ഭാരതിക്കെതിരെ 1.5 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയിട്ടുണ്ട്. സൗത്ത് ഡൽഹിയിൽ BJPയുടെ രാംവീർ സിംഗ് ബിധുരി ആം ആദ്മി പാർട്ടിയുടെ സഹിറാമിനെതിരെ 1 ലക്ഷത്തോളം വോട്ടിൻ്റെ ലീഡ് നേടി വിജയം ഏതാണ്ട് ഉറപ്പാക്കിയിട്ടുണ്ട്. വെസ്റ്റ് ഡൽഹിയിലാകട്ടെ ആം ആദ്മി പാർട്ടിയുടെ മഹാബൽ മിശ്ര BJP സ്ഥാനാർത്ഥി കമൽജിത്ത് ഷെരാവത്തിനെതിരെ 1.5 ലക്ഷത്തോളം വോട്ടുകൾക്ക് പിന്നിലായിരുന്നു. ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങിയ കെജ്രിവാളിൻ്റെ പ്രചാരണത്തിന് ഡൽഹിയിലടക്കം ഒരു സ്വാധീനവും ഉണ്ടാക്കാനായില്ല എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ഡൽഹി, ഗുജറാത്ത്, ഗോവ, ഹരിയാന, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പവും പഞ്ചാബിലും അസമിലും ഒറ്റയ്ക്കുമായിരുന്നു ആം ആദ്മിയുടെ പോരാട്ടം. പഞ്ചാബിൽ ആനന്ദ്പൂർ സാഹിബ്, ഹോഷിയാർപൂർ, സംഗ്രൂർ എന്നിവിടങ്ങളിൽ ആം ആദ്മി നേരിയ ഭൂരിപക്ഷത്തിൻ്റെ ലീഡ് നേരത്തെ നേടിയിരുന്നു. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലായതിൻ്റെ സഹതാപം വോട്ടാകുമെന്ന് പ്രതീക്ഷിച്ചു എങ്കിലും അതുണ്ടായില്ല എന്നതാണ് വ്യക്തമാകുന്നത്. രാജ്യസഭ MP സ്വാതി മലിവാളിന് നേരെയുണ്ടായ കയ്യേറ്റവും ആം ആദ്മിക്ക് പ്രതികൂല സാഹചര്യമുണ്ടാക്കി. ഡൽഹിയിൽ ഒരുമിച്ചായിരുന്നു മത്സരമെങ്കിലും പഞ്ചാബിൽ വെവ്വേറെ മത്സരിക്കാനായിരുന്നു കോൺഗ്രസും ആം ആദ്മിയും തീരുമാനിച്ചത്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 117-ൽ 92 സീറ്റും നേടിയാണ് ആം ആദ്മി സർക്കാർ സംസ്ഥാനത്ത് അധികാരത്തിലെത്തിയത്. കോൺഗ്രസാണ് ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷം. നിലവിൽ കോൺഗ്രസ് 7 സീറ്റിലും ആം ആദ്മി 3 സീറ്റിലുമാണ് ലീഡ് ചെയ്യുന്നത്. ശിരോമണി അകാലിദൾ 1 സീറ്റിലും 2 സീറ്റിൽ സ്വതന്ത്രരും ലീഡ് ചെയ്യുന്നുണ്ട്. 13 സീറ്റിലും തനിച്ച് മത്സരിച്ച BJPക്ക് ഒരിടത്തുപോലും നേട്ടമുണ്ടാക്കാനായില്ല. ഹരിയാനയിൽ 10 ലോക്സഭാ സീറ്റുകളുള്ള ഇന്ത്യ സഖ്യത്തിലെ ധാരണ പ്രകാരം 9 സീറ്റിൽ കോൺഗ്രസും 1 സീറ്റിൽ ആം ആദ്മിയുമാണ് മത്സരിച്ചത്. 5 വീതം സീറ്റുകളിൽ BJPയും കോൺഗ്രസും ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതേസമയം മത്സരിച്ച ഏക മണ്ഡലമായ കുരുക്ഷേത്രയിൽ ആം ആദ്മി പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. BJPയുടെ നവീൻ ജിൻഡാലിന് പിന്നിലാണ് ഇവിടെ ആം ആദ്മി സ്ഥാനാർത്ഥി ഡോക്ടർ സുശീൽ ഗുപ്ത. ഗുജറാത്തിൽ 26 ലോക്സഭാ മണ്ഡലങ്ങൾ ഉള്ള ഗുജറാത്തിൽ 24 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചത്. ആം ആദ്മി 2 സീറ്റിൽ മത്സരിച്ചു. എന്നാൽ 2 കൂട്ടർക്കും നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല. 25 സീറ്റുകളിലും BJP മുന്നേറുകയാണ്. ബനാസ്കാന്ത മണ്ഡലത്തിൽ മാത്രമാണ് കോൺഗ്രസിന് നേരിയ ലീഡുള്ളത്. മത്സരിച്ച ബറൂച്ച്, ഭാവ്നഗർ മണ്ഡലങ്ങളിൽ ചിത്രത്തിലെത്താൻ ആം ആദ്മിക്ക് കഴിഞ്ഞതേയില്ല.